الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ ഉടനീളം സൂക്ഷ്മതയോടുകൂടി വല്ലാത്ത തിന്മകളുടെ കൊടുങ്കാറ്റടിക്കുന്ന ഈ കാലത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ ഭയപ്പെട്ടും ജീവിക്കുന്ന മുത്തഖികളിൽ സർവശക്തൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരോടുള്ള സർവശക്തനായ പടച്ച റബ്ബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ കൽപ്പനകളിൽ ഒന്നാണ് നീതിയോടുകൂടി ജീവിക്കണം എന്നത്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, ജീവിതം കടന്നു പോകുന്ന എല്ലാ വഴികളിലും, എല്ലാ സാഹചര്യങ്ങളിലും, സന്ദർഭങ്ങളിലും നീതി പാലിക്കേണ്ടവനാണ് ഓരോ മനുഷ്യനും. ഈ നീതി പാലിക്കപ്പെടാതെ പോകുമ്പോൾ അതുകൊണ്ട് ആ വ്യക്തിക്കും അവൻ കടന്നു ചെല്ലുന്ന വഴികളിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതുകൊണ്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ നീതിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇന്നല്ലാഹ യഅ്മുറു, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. മനുഷ്യരോടാണ്. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ മുഴുവൻ കൽപ്പനകളും ഇനി പറയുന്ന കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്തൊക്കെയാണ് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത്? ഒന്ന്, ബിൽ അദ്ൽ, നീതി കൊണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ വശങ്ങളിലും നീതിപൂർവമായ പെരുമാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലെയും ഏറ്റവും നല്ല രൂപമാണ് ഇഹ്സാൻ. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാം,
എങ്ങനെയും ചെയ്യാം, ചെയ്യാതിരിക്കാം. പക്ഷെ അള്ളാഹു മനുഷ്യനോട് കൽപ്പിക്കുന്നത് ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും, അത് ബന്ധമാവാം, അത് ഇടപാടാവാം, അത് സംസാരമാവാം, അത് സമ്പാദ്യമാവാം, എന്താവാം, അത് എന്താവട്ടെ, അത് ഇഹ്സാനോടുകൂടി ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ അടുത്ത ബന്ധങ്ങൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്ത്, സമ്പത്താവാം, സ്നേഹമാവാം, പരിഗണനയാവാം, പരിചരണമാവാം, കാരുണ്യമാവാം, ഏതാവാം, ആ കൊടുക്കേണ്ട മുറക്ക് കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. നമ്മളൊക്കെ വിചാരിച്ചത് നിസ്കാരം, നോൽമ്പും സക്കാത്തും ഒക്കെ അല്ലേ അള്ളാഹിന്റെ കൽപ്പന, അതിനപ്പുറത്തേക്ക് വല്ല കൽപ്പനയുണ്ടോ? അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ആരാധനകളിൽ കൃത്യത കാണിക്കുന്നവരും പെരുമാറ്റങ്ങളിലും ബന്ധങ്ങളിലും ഇടപാടുകളിലും അവർ അനീതിയുടെ ഭാഗത്തേക്ക് പോയത് അള്ളാഹുവിന്റെ ഈ കൽപ്പന മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. തീർന്നില്ല. അള്ളാഹു നിങ്ങൾക്ക് വിരോധിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഉണ്ടാവരുത്, നിങ്ങൾ ചെയ്യരുത്, നിങ്ങളുടെ ജീവിത വഴിയിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് എന്ന് അള്ളാഹു വിരോധിക്കുന്നു. അൽ ഫഹ്ശാ, വൃത്തികേടുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വാഭാവികമായ നന്മക്കും അവന്റെ സ്വാഭാവികമായ നീതിക്കും തടസ്സമാകുന്ന എന്തും വൃത്തികേടാണ്. ആ വൃത്തികേടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. വൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് സൃഷ്ടാവ് കൽപ്പിച്ച, മനുഷ്യന്റെ ജീവിതത്തിലെ ആ ഒഴുക്കിന് തടസ്സമാകുന്ന, അതിന് പ്രയാസമുണ്ടാക്കുന്ന ആ വെറുക്കപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നു. വൽ ബഗി, അതിക്രമങ്ങൾ, അനാശാസ്യങ്ങൾ, അതായത് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന, സ്വന്തത്തിന് പ്രയാസമുണ്ടാക്കുന്ന അതിക്രമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എന്തൊക്കെയാണ് ഉണ്ടാവണമെന്ന് പറഞ്ഞത്? ഒന്ന്, നീതി ഉണ്ടാവണം. രണ്ട്, ഇഹ്സാൻ, ഏറ്റവും നല്ല നന്മയോടുള്ള ആഭിമുഖ്യം ഉണ്ടാവണം. മൂന്നാമത്തേത് വഈതാഇദിൽ ഖുർബ, ഏറ്റവും അടുത്തവരെ. ദിൽ ഖുർബ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ കൊണ്ട് നമ്മുടെ ബന്ധക്കാരാക്കി, സ്വന്തക്കാരാക്കി അള്ളാഹു നിശ്ചയിച്ചു തന്ന നമ്മുടെ ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾക്ക് അവർക്ക് കൊടുത്ത് എന്നിട്ട് എടുത്തുന്നല്ല, അവർക്ക് കൊടുക്കാനുള്ളത് എന്തും അവർക്ക് കൊടുത്ത് അവരെ ചേർത്ത് പിടിക്കണം. അതോടൊപ്പം തന്നെ വയൻഹ, ഇവിടെ യഅ്മുറു, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന പദത്തിന്റെ നേർവിപരീതമാണ് വയൻഹ, അള്ളാഹു നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന് അള്ളാഹു വിരോധിക്കുന്നു. നമ്മൾക്ക് എന്താ നിങ്ങൾ ഈ യഅ്മുറു എന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് ഏകദേശമൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ യൻഹ, അരുത് എന്ന് അള്ള പറഞ്ഞ കാര്യം എന്തൊക്കെയാ? ഒന്ന്, അൽ ഫഹ്ശാ, തോന്നിവാസങ്ങള്, വൃത്തികേടുകള്. 5 നേരം നിസ്കരിക്കുന്നവനും നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോകുന്നത് തോന്നിവാസങ്ങളിലേക്കും, അവന്റെ സംസാരങ്ങൾ തോന്നിവാസത്തിന്റെ സംസാരങ്ങളും അവന്റെ ഇടപാടുകൾ വൃത്തികേടിന്റെ ഇടപാടുകളുമായാൽ പിന്നെ അള്ളാന്റെ കൽപ്പന അനുസരിച്ചു എന്ന് പറയാൻ എന്താ അവകാശം നമുക്കില്ലേ? അല്ലേ? അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിക്കുമ്പോ അതിന്റെ 2 ഭാഗം, ഇപ്പൊ നമ്മളൊക്കെ ഒരു ഖുതുബ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്താണ്? അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണം. എന്താ വിധി വിലക്കുകൾ? ചെയ്യണമെന്ന് കൽപ്പിക്കുന്ന, അള്ളാഹു കൽപ്പിക്കുന്ന കൽപ്പനകളാണ് വിധികൾ. വിലക്കുകൾ ഏതാണ്? ആ വിലക്കുകൾ ഇതാ, വയൻഹ, അവൻ വിലക്കുന്നു, അത് നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന് അള്ളാഹ് കൽപ്പിക്കുന്നു. അൽ മുൻകർ, ഈ അൽ ഫഹ്ശാ, ഈ വൃത്തികേടുകൾ, അല്ലേ? അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങളും തെറ്റുകളുമൊക്കെ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ച് പള്ളിക്കന്നിറങ്ങി ആ റോഡിന്റെ വക്കത്തെത്തുമ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോയി, 2 തുള്ളി ചളി തുണിക്കാത്തെറിച്ച് അപ്പൊ തന്നെ നമ്മുടെ നാവും വന്ന് വീഴുന്ന ഒരു പദം ഉണ്ടാവും. എത്ര വൃത്തികെട്ട പദയിക്കാരല്ലേ? അപ്പൊ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു എന്ന കൽപ്പന അതനുസരിക്കുമ്പോൾ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നില്ല, പറ്റുന്നില്ല എന്നല്ല, ശ്രമിക്കുന്നില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ അനീതിയുടെ അല്ലെങ്കിൽ അനാശാസത്തിന്റെ അല്ലെങ്കിൽ വൃത്തികേടുകളുടെ തോന്നിവാസത്തിന്റെ അതിക്രമത്തിന്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്ത് ഉണ്ടാവരുത്. അത് ഈ നിസ്കരിക്കണമെന്ന് എന്നോട് കൽപ്പിച്ച, സകാത്ത് കൊടുക്കണം എന്നോട് കൽപ്പിച്ച പള്ളിയും സ്ഥാപനങ്ങളുമൊക്കെ
അതൊക്കെ കൊണ്ടു നടക്കണമെന്ന് എന്നോട് കൽപ്പിച്ച, കുടുംബത്തെ ചേർക്കണമെന്ന് എന്നോട് കൽപ്പിച്ച ആ കൽപ്പിച്ച റബ്ബ് അതേ ശബ്ദത്തോടു കൂടിയും അതേ സ്വരത്തോടു കൂടിയും അതേ ഗൗരവത്തോടും കൂടി തന്നെയാണ് ഇതൊക്കെ പാടില്ല എന്ന് എന്നോട് പറഞ്ഞത്. നമ്മളിപ്പോ എവിടെ എത്തിയ നിങ്ങള്? ഇപ്പൊ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഈ കാര്യങ്ങൾ ഉണ്ടല്ലോ, ഏത് കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ അതൊക്കെ ചെയ്യണമെങ്കിൽ ലേശൊക്കെ അള്ള വിരോധിച്ച കാര്യങ്ങൾ ചെയ്താലേ അതൊക്കെ നടക്കൂ എന്നിടത്ത് നമ്മൾ എത്തി. ഇപ്പൊ പടച്ചോൻ പുറത്തായി. ഇപ്പൊ നമ്മളാ പടച്ചോൻ അങ്ങനെയൊക്കെ പറയാ, കാര്യങ്ങൾ നടത്തുന്നത് നമ്മളല്ലേ, അതുകൊണ്ട് നമ്മക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുപോക്കുണ്ടായാല് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നിടത്ത് നമ്മൾ എത്തുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്ന മുസ്ലിമാണ് ഞാനെന്ന് പറയുന്ന വാക്കിന് എന്താ അർത്ഥമുള്ളത്? അതിനെന്ത് വിലയുള്ളത്? അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ദീനിൽ കൽപ്പനകളുണ്ട്, അള്ളാഹുവിന്റെ ദീനിൽ നിരോധങ്ങളുണ്ട്. ഈ കൽപ്പനകളും നിരോധങ്ങളും ഏതാണ് വലുത് എന്ന് തൂക്കി നോക്കി നിർണയിക്കാനാവാത്ത വിധം അത് പൊരുത്തപ്പെട്ട ഒന്നായിട്ട് കിടക്കുക. അത് അള്ളാഹ് ആദ്യം പറഞ്ഞേ, ഇന്നല്ലാഹ യഅ്മുറു, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഒന്നാമത്തെ കൽപ്പന എന്താ? ബിൽ അദ്ൽ, നീതി ഉണ്ടാവണം. പെരുമ. ലോകത്തിലെ ഏറ്റവും വലിയ നീതി ഏതാ? ഏറ്റവും വലിയ നീതി ഒരു മനുഷ്യൻ അവന്റെ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് അവൻ അടിമയായി അവന്റെ സൃഷ്ടാവിലേക്ക് അവൻ വണങ്ങി ഒതുങ്ങി ആ സൃഷ്ടാവിലേക്ക് ചെല്ലുന്ന ആരാധനയാണ് ലോകത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി. അതുകൊണ്ട് തന്നെ ആ ആരാധന നിന്നെ സൃഷ്ടിച്ച് നിനക്ക് വേണ്ടതൊക്കെയും ഒരുക്കി തന്ന് നിന്റെ ജീവിതത്തിനെ സമ്പൂർണമാക്കിയ ആ സൃഷ്ടാവിനെ അല്ലാതെ നീ ആരാധിക്കരുത്. ആ ആരാധനയാണ് ഏറ്റവും വലിയ നീതി. ആ ആരാധന ആ എല്ലാം ചെയ്തു തന്ന സൃഷ്ടാവിനെ മാറ്റിവെച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ശക്തിയിലേക്ക് ആ ആരാധന മാറുമ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനീതി, അതാണ് ഏറ്റവും വലിയ അക്രമം. എല്ലാ അനീതിയും അക്രമാട്ടോ, എല്ലാ അനീതിയും അക്രമമാണ്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് ഖുർആനിൽ പറഞ്ഞത്, ഇന്ന ശിർക ലഉൽമുൻ അദീം. ഈ ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും കഠിനമായ കുറ്റം ഒരിക്കലും അർഹതയില്ലാത്ത ഒരാളിലേക്ക് റബ്ബിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകളെ നീ മാറ്റലാണ്. ശിർക്കാണ് ഏറ്റവും വലിയ കുറ്റം. അപ്പൊ ജീവിതത്തിലെ നീതി, നമ്മുടെ സൃഷ്ടാവായ നമുക്ക് വേണ്ടി എന്തും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന, സ്വന്തമെന്നു പറയാൻ ഒന്നുമില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതൊക്കെയും വായുവും വെള്ളവും വെളിച്ചവും ആരോഗ്യവും ജീവിതവും ശാരീരിക പ്രവർത്തനങ്ങളും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന ആ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നീതി. അതാണ് ആരാധനയിലെ ഏറ്റവും വലിയ ഇഹ്സാൻ. ആ ആരാധന, ആ സൃഷ്ടാവിനെ ആരാധിക്കുക. അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് പകരം അതിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുക എന്നതിനേക്കാളേറെ ഒരു ഇഹ്സാൻ ഈ ലോകത്ത് വേറെ എന്താണ്? തീർന്നില്ല. വഈതാഇദിൽ ഖുർബാ, അടുത്ത ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം. എന്തിനാ കുടുംബം? എന്തിനാ ബന്ധം? എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമല്ലോ, എനിക്കെന്തിനാ ഓല റേഷൻ കാർഡ് ഓല പേരിലല്ലല്ലോ എന്നൊക്കെ വെല്ലുവിളിച്ച് നടക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ നിന്ന് നമ്മൾ പറയണം, ആ കുടുംബത്തെ ചേർത്തു പിടിക്കൽ അള്ളാഹുവിന്റെ പ്രധാനമായ കൽപ്പനയിൽപ്പെട്ടതാ. നമ്മുടെ പുതിയ തലമുറ മാത്രമല്ല, പഴയ തലമുറയും അതൊക്കെ ഒരു ഭാരമായിട്ട് തോന്നുക. കുടുംബത്തൊക്കെ ചേർത്ത് കൊണ്ടുപോകലൊക്കെ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം. എന്തിനാ വെറുതെ വയ്യാവേലിക്ക് പോണേ, നമ്മക്ക് ഒറ്റക്കാണ് ജീവിച്ചാ പോരെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെയും മക്കളെയും കൈ പിടിച്ച് വാടകപ്പരയിലേക്ക് മാറുമ്പോ അവിടെ നമ്മുടെ പിന്നിൽ ശ്വാസം കഴിക്കാൻ പോലും പ്രയാസപ്പെടുന്ന ചില ജന്മങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ പറയാം, വഷ്കുർലി വലിവാലിദയ്യ. ആ രണ്ട് പദങ്ങളെ പറഞ്ഞു കേട്ടോ. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. അള്ളാഹ്ക്കല്ലാതെ ആരാ നമ്മൾ നന്ദി കാണിക്കുക? ഈ ജീവിതം മുഴുവനും അള്ളാഹ്ക്കുള്ള നന്ദിയല്ലേ. നമ്മൾ ഈ ചെയ്യുന്ന ആരാധനകളൊന്നും അള്ളാഹിനോട് നമ്മൾ ചെയ്യുന്ന ഔദാര്യമല്ല. അതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ്. ആ നന്ദി ചെയ്യണമെന്ന് പറയുന്നതിന്റെ കൂടെ അള്ള പറഞ്ഞ വാക്കാണ് വലിവാലിദൈ, നിന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കണം. ആ മാതാപിതാക്കളോട് നന്ദി കാണിക്കാതെ, ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്താപ്പൻ്റെ അമ്മയും ബാപ്പയൊക്കെ എനിക്ക് ചെയ്തെന്നത് ഒരു 10 സെന്റ് ഭൂമിയെങ്കിലും വാങ്ങി തന്നുകളോ? എന്തായിരുന്നു നമ്മളൊക്കെ? ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഉമ്മാന്റെ സങ്കടത്തിന്റെ കരച്ചിൽ കേട്ട്
കുട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ അയലും വന്ന് ഒരു കട്ടിയുള്ള തോർത്ത് കുട്ടിന്റെ മുഖത്തേക്ക് വീണ് ശ്വാസം കിട്ടാതെ കുട്ടി മരിച്ചു. നമ്മ അറിഞ്ഞില്ല. ഇപ്പോൾ ഉമ്മാക്ക സങ്കട. ഒരു തോർത്തുമുണ്ട് വീണാൽ പോലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു ജീവിതകാലം നമ്മൾക്കൊക്കെ കഴിഞ്ഞു പോകുന്നില്ലേ? കേടുപാടില്ലാതെ പട്ടിണിയുടെ പ്രാരാബ്ധത്തിന്റെ കാലത്തും ആ കേടുപാടുകൾ അറിയാതെ അവർ നമ്മളെ വളർത്തി വലുതാക്കിയില്ലേ? അത് മാത്രം പോരെ ഒരു ജീവിതകാലം മുഴുവനും അവർക്ക് വേണ്ടി കാത്തുവെക്കാൻ, അല്ലേ? അത് അള്ളാഹ് പറഞ്ഞേ. എന്താ പറഞ്ഞേ? അള്ളാഹുവിന്റെ തൃപ്തി. അള്ളാഹു ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുക, ഇഷ്ടപ്പെടുക എന്നുള്ളതേ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? ഓൻ പള്ളിക്ക് കൊടുക്കുന്ന സംഭാവനയുടെ അടിസ്ഥാനത്തിലോ, യത്തീംഖാനയ്ക്ക് ഉണ്ടാക്കിയ ബിൽഡിങ്ങിന്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ വലിയ ജോലിന്റെ അടിസ്ഥാനത്തിലോ, കാറിന്റെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലോ, വിദ്യാഭ്യാസ ബിരുദങ്ങളുടെ അടിസ്ഥാനത്തിലോ, എന്തിന്റെ അടിസ്ഥാനത്തിലാ അള്ളാഹ് ഒരാളെ ഇഷ്ടപ്പെടുക? അള്ളാഹുവിന്റെ തൃപ്തി, ഇഷ്ടം. മാതാപിതാക്കളെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുക. എൻ്റെ മാതാപിതാക്കൾക്ക് അവരെ വേദനിപ്പിക്കാതെ എന്നോടുള്ള ഇഷ്ടം ആ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാക്കാൻ എനിക്ക് എത്ര സാധിച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. എൻ്റെ റബ്ബിന് എന്നോടുള്ള ഇഷ്ടം തീർന്നില്ല. അള്ളാഹുവിൻ്റെ കോപം അത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയതുമായി, ആ മാതാപിതാക്കളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയ വെറുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക, അല്ലേ? അതുകൊണ്ട് എല്ലാവരും ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫലാ തഖുല്ലഹുമാ ഉഫിൻ. എന്തേ പറഞ്ഞേ? എത്ര വട്ടം കേട്ടതാ? ഒരു വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വാക്ക് പോലും, വാക്ക്, പ്രവൃത്തി പിന്നല്ലേ, ഉപേക്ഷിക്കലും പട്ടിണിയും പ്രാരാബ്ദമൊക്കെ പിന്നല്ലേ, വാക്ക് പോലും അവരോട് പറയരുത് എന്ന് പഠിപ്പിച്ചു റബ്ബ്. അതൊരു നീതിയാ. അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ചേർത്തു പിടിക്കണമെന്ന് പറഞ്ഞ ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീതിയാണ് ആ മാതാപിതാക്കളെ അവരുടെ ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസാനം വരെ അവര് അതിൻ്റെ ഏറ്റവും യഹ്സാൻ, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞത് യഹ്സാനോടുകൂടി പെരുമാറണം എന്നാ. എന്താ യഹ്സാൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു കാര്യത്തിൻ്റെയും ഏറ്റവും മനോഹരമായ രൂപം ഏതാണോ അതാണ് യഹ്സാൻ. ആ മാതാപിതാക്കളോട് പെരുമാറുമ്പോഴേ, എൻ്റെ ഭാര്യയോട് പെരുമാറുന്ന പോലെ ഞാൻ രണ്ടാളെയും നന്നായിട്ട് ചീത്ത പറഞ്ഞിരിക്കണ്. ഭാര്യയോട് പെരുമാറുന്ന പോലെ മാതാപിതാക്കളോട് പെരുമാറാൻ പറ്റൂല. എൻ്റെ മക്കളോട് പെരുമാറുന്ന പോലെ അവരോട് പെരുമാറാൻ പറ്റൂല. അവരോടുള്ള പെരുമാറ്റത്തിന് അല്ലാഹു തആല പ്രത്യേകമായ ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചട്ടക്കൂടിന്റെ ഉള്ളിലെ അവരോടുള്ള പെരുമാറ്റമാകാവൂ. വാക്കുപോലും ആ ചട്ടക്കൂടിന്റെ ഫ്രെയിമിന്റെ പുറത്തേക്ക് വരാൻ പാടില്ല, വാക്കുപോലും, അല്ലേ? അപ്പോ നീതി, അത് ആ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുക എന്നത് നീതിക്കെതിരല്ലല്ലോ. അതല്ല നീതി. കാരണം നമ്മളൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറക്കരുത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി. വലിയതായിട്ട് പെരായിട്ട് തന്നില്ല എന്നല്ല, എനിക്ക് ജോലി വാങ്ങി തന്നില്ല എന്നല്ല, ഒന്നുമല്ലാതിരുന്ന ഒരു കാലത്ത് ഒരു നിമിഷം അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ കേവലം ഒരു വിരൽ കൊണ്ട് മാത്രം നമ്മുടെ ജീവനെ അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്ന ഒരു കാലത്ത്, ഇത്ര കഷ്ടപ്പെട്ടാലേ, അല്ലേ? ആ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ വില എത്രയാണ്? ഇപ്പൊ പലപ്പോഴും അത് സമൂഹത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നുണ്ട്. അതിനെല്ലാവരും കാരണക്കാരാ. ശാസ്ത്രം മുതൽ മനുഷ്യൻ മുതൽ അവൻ പഠിക്കുന്ന പാഠങ്ങൾ വരെ അതിന് കാരണ. വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുക. എന്നിട്ടോ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കത്രികയും കത്തിയുമൊക്കെ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലൂടെ ഗർഭാശയത്തിലേക്ക് ഇറക്കി ഗർഭാശയത്തിന്റെ ചുമരിൽ പറ്റിപ്പിടിച്ച് വളർന്നു വരാൻ കഠിനമായി പരിശ്രമിക്കുന്ന ആ ജീവന്റെ തുടിപ്പിനെ ചെത്തിയെടുത്ത് ആ കത്തിയിൽ പറ്റിപ്പിടിച്ച ചോരക്കുഞ്ഞിന്റെ ശരീരത്തെ പേപ്പർ കൊണ്ട് തോത്തിയെടുത്ത് വേസ്റ്റിലേക്ക് എറിയാൻ മടിക്കാത്ത ഒരു കാലത്ത് ഈ ബന്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇത്തിരി തോനെ പറയേണ്ടി വരും, പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ നീതിയുടെ ഏറ്റവും വലിയ ഭാഗം ആ മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, അത് നീതിപൂർവം തന്നെ ആവണം. അത് നീതിയാണ്, വാക്കുകൊണ്ട് പോലും ഏറിപ്പോകരുത്. കുടുംബത്തിലെ നീതിബോധത്തെക്കുറിച്ച് ഇത്തിരി കൂടി സംസാരിക്കാനുണ്ട്. സമയത്തിന്റെ ആധിക്യം കൊണ്ട് ഞാൻ അടുത്ത ജുമായിലേക്ക് മാറ്റിവെക്കും. ഞാനിവിടെ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ ഈ കൽപ്പന, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, ആ ആയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ
വഈതാഇ ദിൽ ഖുർബ. മൂന്ന് കാര്യം കൽപ്പിച്ച്. എന്തൊക്കെയാണ്? ഒന്ന്, ജീവിതത്തിൽ എല്ലായിടത്തും നീതി ഉണ്ടാവണം. രണ്ട്, ജീവിതത്തിൽ എല്ലായിടത്തും ഇഹ്സാൻ ഉണ്ടാവണം. മൂന്ന്, ബന്ധങ്ങൾ ചേർത്തു പിടിക്കണം. ഇത് മൂന്നും ചെയ്യാൻ തയ്യാറായാൽ ആ മനുഷ്യന്റെ ജീവിതം എത്ര മനോഹരീകാരം തീർന്നില്ല. ആ മനോഹരമായ ജീവിതത്തിന് പുഴുക്കുത്താകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവരുത് ജീവിതത്തിൽ. ഒന്ന്, വയൻഹാ അനിൽ ഫഹ്ശാ. വൃത്തികേടുകൾ നിങ്ങളുടെ ഈ നന്മകളെ ഇല്ലാതാക്കും. നിങ്ങൾ വൃത്തികേട് ചെയ്യുന്നവനാണോ, നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പലപ്പോഴും അനീതിയുടെ ഭാഗത്തേക്ക് പോകേണ്ടി വരും. ജീവിതത്തിൽ വേണ്ടാത്തരങ്ങൾ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഹ്സാൻ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാനേ കഴിയൂ. നിങ്ങളുടെ ജീവിതത്തിൽ അതിക്രമങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിക്രമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനോ നീതിപൂർവം പെരുമാറാനോ കഴിയില്ല. രണ്ടും ഒപ്പം കഴിയില്ല. വെള്ളത്തിൽ ചാടണം, ശരീരം നനയരുത്. രണ്ടും പാടെ നടക്കൂല. വെള്ളത്തിൽ ചാടിയ ശരീരം നനയും. ഈ പറയപ്പെട്ട അതിക്രമങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവന് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു അത് വിരോധിച്ചത്. ആയത്തിന്റെ അവസാനം അള്ളാഹു പറയുന്നത് യഅ്ലുക്കും, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. എന്താല്ലേ അള്ളാഹു നിങ്ങളെ എന്താ ഉപദേശം എന്ന് പറഞ്ഞാല്? സ്നേഹത്തോടു കൂടി ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സ്നേഹപൂർവ്വം പറഞ്ഞു തരിക. അതിനാണ് വഅ്ൽ എന്ന് പറയാ, ഉപദേശം എന്ന് പറയാ. യഅ്ലുക്കും, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. ലഅല്ലക്കും തദക്കറൂൻ. എന്തിനാറിയോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ഈ പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതവുമായിട്ട് എത്രമേൽ അടുത്ത് നിൽക്കുന്നു, ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് ആലോചിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തി നീതിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അതിക്രമങ്ങളും വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിതയെ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പടച്ച റബ്ബിനോട് നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. എപ്പോഴും പ്രാർത്ഥിച്ചോളുണ്ട്, മറക്കരുത്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ. പടച്ചോനെ, എൻ്റെ മനസ്സിന്, എൻ്റെ ഹൃദയത്തിന് ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തെക്കുവുണ്ടല്ലോ, അതെൻ്റെ മനസ്സിന് നീ നൽകണമേ. വസക്കിഹാ. അല്ലാഹുവേ, എൻ്റെ മനസ്സിനെ നീ സംസ്കരിക്കണമേ റബ്ബേ. അൻത ഖൈറു മൻ സക്കാഹാ. ആ മനസ്സിനെ സംസ്കരിക്കാൻ ഏറ്റവും കഴിവുള്ളവനാണല്ലോ റബ്ബേ നീ, അല്ലേ? അല്ലാഹുമ്മ, അല്ലാഹുവേ, എൻ്റെ മനസ്സിന് ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ കുട്ടികൾ ബേക്കിൽ ഇരുന്നോളൂ. ഈ ആളുകളുടെ തോളിലേക്ക് ചാടി ഇങ്ങനെ വരാൻ പാടില്ല. ആ ആളുകളൊന്ന് മുമ്പിലേക്ക് ഇരുന്ന് കൊടുത്താൽ അവർക്ക് ബേക്കിൽ ഇരിക്കാം. ഈ ആളുകളുടെ തോള് ചാടിക്കടന്ന് വരുന്നത് പ്രവാചകൻ വിരോധിച്ച കാര്യമാണ്. ഇന്ന് ജൂലൈ 11 ജൂലൈ 11 ലോകത്താകമാനം ജനസംഖ്യാ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കൽപ്പന പ്രകാരം 1980 മുതൽ ജൂലൈ 11 ഈ പേരിൽ, ഈ രൂപത്തിൽ ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ ലോകത്തോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസം ആചരിക്കാനുള്ള കാരണമായി പറയുന്നത് ജനപ്പെരുപ്പം അപകടകരമായ രൂപത്തിൽ ലോകത്ത് സംഭവിക്കുന്നു. മനുഷ്യരുടെ എണ്ണം അപകടകരമായി വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് വിഭവങ്ങൾ ലോകത്ത് വർദ്ധിക്കുന്നില്ല. ഭക്ഷണമടക്കമുള്ള മനുഷ്യർക്ക് ആവശ്യമായ വിഭവങ്ങൾ ലോകത്ത് വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ മനുഷ്യരുടെ എണ്ണത്തിൽ വർധനവുണ്ടായാൽ ലോകത്ത്
മനുഷ്യരാശിയുടെ ജീവിതം അപകടകരമാകും. അത് അപകടകരമായ രൂപത്തിൽ അവസാനിക്കും. അതുകൊണ്ട് ലോകത്ത് ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാവണം. ഇതാണ് മൊത്തത്തിൽ ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിശ്ചയിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ മനുഷ്യന്റെ ഇടപാടുകൾ ഉണ്ടാക്കുന്ന ചില അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളിൽ ഒന്നാണ് ഈ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യരുടെ പ്രവർത്തന ഫലമായിട്ട് കരയിലും കടലിലും പല രൂപത്തിലുള്ള ഫസാദ്, അത്യാഹിതങ്ങൾ, പ്രയാസങ്ങൾ അതങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി. ഇപ്പോ ഈ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നവര്, മുസ്ലിം സമൂഹം ജനസംഖ്യാ നിയന്ത്രണത്തിന് പിന്തിരിഞ്ഞു നിൽക്കുകയും അവരങ്ങനെ ചില ആളുകളൊക്കെ നാടൻ പ്രയോഗങ്ങളോട് പ്രയോഗിച്ച് അവരങ്ങനെ പെറ്റുകൂട്ടി ഈ ലോകത്ത് അവരുടെ എണ്ണം കൂട്ടുകയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരെയൊക്കെ നമ്മൾ പല ഭാഗത്തും പലയിടങ്ങളിലും കാണാറുണ്ട്. എന്താണ് ഒരു വിശ്വാസി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ശ്രദ്ധിക്കണം കേട്ടോ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഏതൊരു ജീവി ഉണ്ടോ, അത് കടലിലോ കരയിലോ കാട്ടിലോ എവിടെ ആവട്ടെ, ഒരു ജീവി ജീവൻ എന്നത് അല്ലാഹു കൊടുക്കുന്നതാ. അങ്ങനെ ജീവൻ കൊടുത്ത് ഒരു ജീവിയെ അല്ലാഹു ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ റിസ്ക് അത് അല്ലാഹുവിൻ്റെ ബാധ്യതയാണ്. അതിന് ഭക്ഷണം കൊടുക്കാനുള്ള ബാധ്യത അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് ആ ജനനം തടയാനോ ആ ജനിച്ചവരെ ഇല്ലാതാക്കാനോ മനുഷ്യൻ ശ്രമിക്കരുത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഫലാ തഖ്തുലു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ കൊന്നുകളയരുത്. എന്ത് കാരണത്താൽ? ഖശിയത ഇംലാഖിൻ, ദാരിദ്ര്യമുണ്ടാകുമോ എന്ന് പേടിച്ചിട്ട്. നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവോ, എനിക്ക് ചെലവിനെടുക്കാൻ പറ്റാത്ത കുടുംബം വലുതാവോ, അതുകൊണ്ട് ആ കുട്ടി ജനിക്കണ്ട, നമുക്ക് ആ കുട്ടിയെ ഇല്ലാതാക്കാം. അല്ലേ? പണ്ടൊക്കെ നമുക്കൊരു പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ഇങ്ങനെ ഒരു ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും 3 കുട്ടികളെയും ചിത്രം ഇങ്ങനെ കണ്ടിനി. ഒരു 5 അംഗ കുടുംബം അല്ലേ? അപ്പോൾ അവിടെ കെട്ടിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ 5 ആള്. പിന്നെ അത് മാറി 2 ആയി. നാം 2 നമുക്ക് 2 ആയി. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നാം 1 നമുക്ക് 1 ആയി. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ നാം 1 നമുക്ക് എന്തിന് മറ്റൊന്ന് എന്നിടത്ത് സാധന വേണ്ട എന്നിടത്തെത്തി. ലോകത്തിലെ പല രാജ്യങ്ങളും ഈ മുദ്രാവാക്യങ്ങൾ മത്സരിച്ച് നടപ്പിലാക്കുകയും ഭരണകൂടങ്ങൾ അതിക്രമത്തിലൂടെ ഇത് നടപ്പിലാക്കാൻ ജനങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റും പാട്ടൊക്കെ സൗജന്യമായിട്ടൊക്കെ കൊടുത്തിനി. പക്ഷേ അതിൻ്റെ ദുരന്തം അത് വ്യാപകമായി നടപ്പാക്കിയ രാജ്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടു തുടങ്ങി. മാതാപിതാക്കൾ മാത്രമായ ഒരു കുടുംബത്തിൽ മക്കളില്ലാതെ വരുമ്പോൾ, ആ മക്കൾ ഒന്നിൽ ചുരുങ്ങുമ്പോൾ, ഈ മാതാപിതാക്കളെ നോക്കാനില്ലാതെ ഒരു നാട് മുഴുവനും വാർദ്ധക്യത്തിന്റെ വിലയറിയുന്ന ഒരു കാലുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളും ആ ശാസ്ത്രരംഗത്തൊക്കെ അഭൂതപൂർവമായ വളർച്ചയുണ്ടായ പല രാജ്യങ്ങളും പിന്നോട്ട് പോകാനുള്ള കാരണം എന്താ? മാനവിക ആ ശക്തി ഉണ്ടല്ലോ, ഹ്യൂമൻ റിസോഴ്സ്, അത് ആ നാടുകളിൽ ഇല്ലാതായി. ചില നാടുകളിലൊക്കെ 60 വയസ്സിൻ്റെ മേൽ പ്രായമുള്ള ആളുകളാണ് ജനസംഖ്യയിൽ 60%. എന്തേക്കാരാ നാടിൻ്റെ അവസ്ഥ അല്ലേ? ചെറുപ്പക്കാരില്ല, കുട്ടികളില്ല, യുവാക്കളില്ല. അത്തരം രാജ്യങ്ങൾക്കൊക്കെ ബോധോദയുണ്ടായി ഇതിങ്ങനെ പോയ അപകടം. അതുകൊണ്ട് ഇപ്പം നേരെ തിരിച്ചാ, ജനിക്കാൻ പ്രോത്സാഹനം നൽകുക. കുട്ടികളുടെ എണ്ണം കൂടിയാൽ പെൻഷൻ കൂടുക, പൈസ കൂടുക. ഉദ്യോഗസ്ഥരായ ജോലിക്കാരോടൊക്കെ ജോലിയുടെ ഇടവേളകളിൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ പോലും അവർ പ്രസവിച്ചാൽ അവർക്ക് പ്രത്യേകമായിട്ട് ഇളവുകൾ കൊടുക്കുന്ന നിയമങ്ങൾ ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക.
എന്താ കാരണം? ഒരു കച്ചവടക്കാരൻ കട തുടങ്ങ, അയാൾ ആഗ്രഹം എന്താ അറിയോ? ആൾക്കാരിൻ്റെ കടയിൽ വരണമെന്നാ. ഒരാൾ ബസ് സർവീസ് തുടങ്ങ, അയാൾ ആഗ്രഹം എന്താ അറിയോ? ആൾക്കാരിൻ്റെ ബസ് കയറണമെന്നാ. ഒരാളൊരു വ്യവസായ സ്ഥാപനം തുടങ്ങുക, അയാൾ ആഗ്രഹം എന്താ അറിയോ? ആൾക്കാരിൻ്റെ വ്യവസായ സ്ഥാപനത്തിലെ സാധനങ്ങൾ വാങ്ങണമെന്നാ. എല്ലാവരും മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ പള്ളി കമ്മിറ്റി ആഗ്രഹിക്കുന്നത് ആൾക്കാർ പള്ളിയിൽ വരണമെന്നാ. എല്ലാവരും അങ്ങനെയല്ലേ? എല്ലാവരും ആളുകൾ കൂടുതൽ ഉണ്ടാവണം എന്നല്ല ആഗ്രഹിക്കണേ. കാരണം എന്താണ്? ആളുകൾ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ വിഭവങ്ങൾ വർദ്ധിക്കുക. 921 കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച പഴയ കാലത്ത് ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു 20 കോടിയിലൊക്കെ താഴെ കുറഞ്ഞ ജനസംഖ്യ. ആ ജനസംഖ്യയുള്ള കാലത്ത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഉമ്മാര് വല്യമാരൊക്കെ അങ്ങനെ ഒരു ചെറിയ കലത്തിൽ ഇത്ര അരിയിട്ട് കഞ്ഞി വെച്ചിട്ട് അതിന്റെ ചുറ്റുഭാഗത്തും അവരങ്ങനെ കയ്യിലുമായിട്ടിരിക്കുന്ന കുറേ സ്ത്രീകൾ, മടിയിലൊക്കെ ഓരോ കുട്ടികളുണ്ടാവുന്ന. എന്നിട്ട് ആ കലത്തിൽ നിന്ന് ഇങ്ങനെ കഞ്ഞിങ്ങനെ മുക്കി കുടിക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ വലിച്ചു കുടിച്ചിട്ട് ആ കയ്യിലിൻ്റെ അടിയിലുണ്ടാവുന്ന 2 or 3 വറ്റുണ്ടല്ലോ, അത് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടിയിട്ട് മടിയിൽ കിടക്കുന്ന കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്ന അരി കൊണ്ടാണ് വലിയ കുടുംബങ്ങൾ വിശപ്പടക്കിയത്. എന്തേനി കാരണം? ജനസംഖ്യ കുറവായിട്ടാ? അല്ല. ഇന്നോ അതേ വീടുകളിൽ നിന്ന് ഇന്ന് രാവിലെ വീടിന്റെ അടുക്കളപ്പുറത്തുള്ള തെങ്ങിന്റെ ചുവട്ടിലേക്ക് കമഴ്ത്തിക്കളഞ്ഞ ചോരത്തിലേറങ്ങൾ 4 ആക്കി തിന്നാനുള്ള ജീവുണ്ട്. എന്തേ? ആള് കുറഞ്ഞതുകൊണ്ടാ? അല്ല, ആള് കൂടിയിരിക്കണ്. അത് അള്ള പറഞ്ഞേ. ആളുകളും ജീവികളും ഈ ലോകത്ത് കൂടുന്നുണ്ടെങ്കിൽ അതിൽ മനുഷ്യൻ ഇടപെടരുത്. അള്ളാഹുവിന്റെ നീതി ഉണ്ട്. അവർക്ക് അള്ളാഹു അന്നം കൊടുക്കും. സാധാരണ പറയാറില്ലേ, വാ കീറിയിട്ടുണ്ടെങ്കിൽ അയക്കുള്ള വകുപ്പും പടച്ചോണ്ടാക്കുന്ന. അങ്ങനെ തന്നെയാ പറഞ്ഞേ. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞേ, നഹ്നു നർസുഖുഹും വയ്യാക്കും. അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് ഞാനാ, നിങ്ങൾക്കും ഞാനാ തിന്നാൻ തരുന്നത്. നിങ്ങൾ കൊടുത്തിട്ടില്ല. എല്ലാവരും ഇങ്ങനെ അള്ളാന്റെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചാക്കോയിട്ടാണോ വന്ന്? അല്ലല്ലോ, ഒന്നുമില്ലാതല്ലേ വന്ന്, ശൂന്യമായിട്ടാ വന്ന്. പിന്നെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തിന്നാനുള്ളൊരു തൊള്ളിയും നിറക്കാനൊരു വയറും മാത്രമായിട്ടല്ല വരുന്നത്. ഒരുപാട് കഴിവുകളുമായിട്ടാണ് പടച്ചോൻ തന്നത്. കൈയുണ്ട്, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ബുദ്ധിയുണ്ട്, കാലുണ്ട്, ആരോഗ്യമുണ്ട്. ഇത് ഉപയോഗിച്ച് ആ വായിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹു മനുഷ്യർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിന് സാഹചര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരാൾ ദേശം പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയാ? ഓൻ നയിച്ചാൻ പോകൂലേ, അതുകൊണ്ടാ പട്ടിണി. ഓൻ നയിച്ചാൽ ഓൻ്റെ പട്ടിണി മാറും. ആർക്കറിയത്ത്? ഈ ഭൂമിയിൽ അധ്വാനിച്ചാൽ വിഭവങ്ങളുടെ കുറവിന് കാരണം എന്താ? വിഭവങ്ങളുടെ കുറവിന് കാരണം മനുഷ്യാധ്വാനത്തിന്റെ കുറവല്ലേ? മനുഷ്യൻ അധ്വാനിക്കുന്നുണ്ടോ അവിടെ വിഭവം നോക്കിയാൽ. നമ്മുടെ നാട്ടിലൊക്കെ നെല്ലും പൂളൊക്കെ നിന്നെങ്കിലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എത്ര ചാക്ക അരിയ വരുന്നത് ഓരോ ദിവസം? എവിടുന്നാണ് ഈ അരി വരുന്നത്? ആകാശത്തിന് വരല്ലോ. ഈ ഭൂമിയിൽ മനുഷ്യന്മാരെ അധ്വാനിച്ചുണ്ടാക്കുന്ന അരിയാണ്, അല്ലേ? അധ്വാനിച്ചുണ്ടാക്കുന്ന അരിയാ. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ചെറിയ കൊട്ട തലയിൽ വെച്ചിട്ട് മീൻ വിൽക്കാൻ വേണ്ടി ആൾക്കാർ രാവിലെ വരും. ചെറിയ ഈ വരിഞ്ഞെടുത്ത മുള കൊണ്ട് വരിഞ്ഞുണ്ടാക്കിയ കൊട്ടയിൽ ഇങ്ങനെ മത്തിയോ എന്തോ മീനൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ആടകലോടകത്തിൻ്റെ കൊമ്പൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് അവർ എത്ര ഉണ്ടാകുമെങ്കിൽ ഒരു കൊട്ടയിൽ 2-3 കിലോ മീനുണ്ടാകുക. അത് 2 റുപ്യക്കോ 3 റുപ്യക്കോ 2-3 മത്തി കിട്ടും. അത് വാങ്ങി മുറിച്ചാ കറി വെച്ചീനമ്മ 10 മക്കൾക്ക് ഓരോ കഷ്ണം ഒപ്പിച്ചു കൊടുത്തീനന്ന്. ഇന്നിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കയറി വരുന്ന മത്തിനെ മാത്രം നോക്കികൾ, ബാക്കിയുള്ള മീനൊക്കെ വിടി. ഈ ചുങ്കത്ര പഞ്ചായത്തിലേക്ക് ഒരു ദിവസം കയറി വരുന്ന മത്തി എത്ര ലോഡാ? എവിടുന്നാ വരുന്നത്? കടലിൽ നിന്ന് പിടിച്ച് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കി വരില്ലല്ലോ, മെയ്ഡ് ഇൻ ചൈന അല്ല. കടലിൽ നിന്ന് വല വീശി പിടിച്ച മത്തി എത്ര വെട്ടിയ വരുന്ന നിങ്ങൾ? നമ്മളൊക്കെ ഒരു കൊട്ട മത്തി ഒരാഴ്ചയിൽ എപ്പോഴെങ്കിലും വന്നീന നാട്ടിലേക്ക് ഡെയിലി രാവിലെയും വൈകുന്നേരം വണ്ടിയിൽ ഇങ്ങനെ എത്ര പെട്ടിയ വരുന്നത്? അതാ അള്ള പറഞ്ഞേ, നിങ്ങളല്ല ഉണ്ടാക്കണേ. നമ്മൾ ഉണ്ടാക്കിയ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ടാവോ? എവിടെ? ഒരു വെണ്ടന്റെ വിത്ത് വിറ്റത്ത് കുഴിച്ചിട്ട് കണ്ട് അതിനൊരു വെണ്ടക്ക പറിച്ച് കറി വെക്കാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാർ എത്രയുള്ളത്? നമ്മൾ ഉണ്ടാക്കൽ അത്രയാ. പക്ഷെ അള്ള പറയാണ്, നഹ്നു നർസുഖുഹും, ഞാനാണ് അവർക്കും ഇങ്ങക്കും തിന്നാൻ തരുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാ ബേജാറാണ്? അല്ലേ? ആള് കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് എവിടെയും പട്ടിണി ഉണ്ടായിട്ടില്ല. അതിന് അള്ളാന്റെ അത്ര നിയമം ഉണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഒരു നേന്ത്രക്കൊല വെട്ടിയാൽ 2-3 കിലോ, ഇന്നൊരു നേന്ത്രക്കൊല വെട്ടിയാൽ 40 കിലോ ഉണ്ടാവും. ഒരു പശുവിനെ കറന്ന എത്രയാ പാല്? 2 പാല് 3 പാല് എന്നാ പണ്ട് പറഞ്ഞിനെ. ഇപ്പൊ ഒരു പശുവിന് 30 ലിറ്റർ പാല്. എന്തേത്? അത് പടച്ചോന്റെ സംവിധാനം അങ്ങനെയാണ്. ഹരിത വിപ്ലവം, അതേപോലെ ധവള വിപ്ലവം, അതേപോലെ കാർഷിക രംഗത്തെ വിപ്ലവം. ഇന്നെന്താ നിങ്ങൾ മണ്ണ് പോലും ഇല്ലാതെ കൃഷി ഉണ്ടാക്കാൻ മനുഷ്യനറിയാം. മണ്ണില്ലാതെ കൃഷി ഉണ്ടാക്കാവുന്ന കാലത്താ.
ഇത് മനുഷ്യന് പൊഴിഞ്ഞടി കിട്ടിയല്ല. അള്ളാഹ് പറഞ്ഞില്ലേ, അള്ളാഹു നിങ്ങൾക്കറിയാത്തത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അള്ളാഹ് അറിവ് തരും. ശൂന്യാകാശത്ത് പോകാനുള്ള അറിവ് വെറുതെ കിട്ടിയല്ല, അത് നമ്മളെ അഹങ്കാരമല്ല. പക്ഷെ ചിലപ്പോൾ മനുഷ്യന്മാരെ ചിലപ്പോൾ ചില മനുഷ്യന്മാർക്ക് തോന്നുകയാണേ, ഞാൻ എന്തിനും പോകുന്നവനാ, എനിക്ക് ഞാനും സഹായം വേണ്ട. പണ്ട് ഫിറോൻ പറഞ്ഞില്ലേ, ഞാനാണ് പടച്ചോൻ. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതേപോലെ ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. ഇതൊക്കെ എന്റെ നിയന്ത്രണത്തിലാ, എന്റെ നിയന്ത്രണം തെറ്റിയാൽ ഇതൊക്കെ അങ്ങനെയാവും ഇങ്ങനെയാവും. അള്ളാഹ് കറക്റ്റായിട്ടാണ് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, ഞാനാണ് തിന്നാൻ കൊടുക്കണേ. അതുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാകും, വിഭവങ്ങൾ ഉണ്ടാവൂല, ഒന്നും ബേജാറാവണ്ട. പണ്ടൊക്കെ നമ്മളെ പരിയത്തെ ആൾക്കാരൊക്കെ നെല്ല് കൊയ്യാൻ പോയിട്ട് ഇക്കണ്ട ആരോ പറഞ്ഞോട് ചുങ്കത്ര അങ്ങനെ അണ്ടിക്കുതുമ്പോൾ നോക്കി അങ്ങാടി വരെ ഫുള്ള് വയലായിരുന്നു. ആ വയലിൽ ഫുള്ള് നെല്ലായിരുന്നു. എന്നിട്ടും നമ്മളെ പരിയിൽ പട്ടിണിയല്ലായിരുന്നു, കഞ്ഞിയല്ലേ കുടിച്ചിനെ, ചോറുന്നാണെന്നൊരു പൂതിയന്. ഇപ്പൊ ഒരു നെല്ലിന്റെ കൊടിയില്ല, എന്നിട്ട് നമുക്ക് വല്ല ചോറിന് വല്ല കമ്മിയുണ്ടോ, അരിക്ക് വല്ല കമ്മിയുണ്ടോ? നമ്മളല്ല മേലെന്ന. അതുകൊണ്ട് മനുഷ്യൻ ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങളിലെ ഏറ്റവും പൊട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ നിയന്ത്രണവുമായി ലോകത്ത് മനുഷ്യൻ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിങ്ങൾ തോനെ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കെട്ടിക്കോളി എന്ന് പറഞ്ഞേ. അത് അറിയാൻ മാർഗമൊന്നുമില്ല, ചക്ക മൂത്തമാർക്ക് ചൂണ്ടുവെക്കാൻ അറിയൊന്നുമില്ല. പ്രാർത്ഥിക്കുക തോനെ മക്കളുണ്ടാവാൻ. അത് ജീവിതത്തിൻ്റെ ഒരു ഐശ്വര്യ, അത് ജീവിതത്തിൻ്റെ ഒരു സൗഭാഗ്യ. ഒറ്റ കുട്ടി, ആ കുട്ടിയും വേറെ കുട്ടികളും നാട് കടന്നു പോകുമ്പോൾ ഇനി എന്തിനാ ജീവിക്കുന്നത്, താടിക്ക് കയ്യും കൊടുത്ത് വീടിൻ്റെ വരാന്തയിൽ അങ്ങനെ അന്തം വിട്ടിരിക്കണ വാപ്പാരിമാരെയും വല്യമാരെയും നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ? അപ്പൊ അള്ളാഹു ഈ ലോകത്ത് നടപ്പാക്കുന്ന പ്രക്രിയകളിൽ നമ്മൾ അഹങ്കാരത്തോടെ ഇടപെടുമ്പോൾ ലോകത്ത് കുഴപ്പങ്ങളുണ്ടാവും. ഈ പറയപ്പെട്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജനസംഖ്യാ നിയന്ത്രണം എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യവർഗത്തിനും അവൻ്റെ ജീവിതത്തിലെ മൂല്യങ്ങൾക്കും അവൻ്റെ നന്മകൾക്കും വലിയ ക്ഷതമുണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ജനിച്ച കുട്ടികളെ ക്രൂരമായി കൊന്നുകളയുന്നവൻ്റെ അവൻ്റെ മനസ്സും അവന് പിറക്കുന്ന മക്കളൊക്കെ ഒരു കോലത്തിലായിത്തീരും. അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ കല്യാണം വേണ്ട, കുടുംബം വേണ്ട, മക്കൾ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ ഈ ബന്ധങ്ങളുടെ മനോഹാരിതയും അതിൻ്റെ ആ മാധുര്യമൊന്നും അവർക്കൊന്നും കിട്ടുന്നില്ല. അവരൊക്കെ കാണുന്നത് നമ്മളെ ഒറ്റപ്പെട്ട കുടുംബമല്ലേ. കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മക്കളെ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താ പറയുക, ബാപ്പാനിമ്മാൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്, എന്നും പ്രശ്നം, എന്തിനാ വെറുതെ തീവണ്ടിക്ക് തലവെക്കാൻ പോണേ, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്ന് പറയുന്ന കുട്ടികളെ എണ്ണം കൂടി വരിക. അതുകൊണ്ട് മാതാപിതാക്കളോട് ബന്ധങ്ങളെ ചേർത്തു പിടിച്ച് ഇഹ്സാനോടുകൂടി നീതിപൂർവം ജീവിക്കുന്നവരാവുക. അതുമാത്രമാണ് ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നത്തിൻ്റെയും പരിഹാരം എന്ന് മനസ്സിലാക്കുക. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധി പാലിച്ച് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈമാനിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തഖ്വയും ഭക്തിയും ഖുശൂ ഒക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും മോചനം നൽകുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ഇടപഴകുന്നവരോടൊക്കെയും നീതിയോടുകൂടിയും ഇഹ്സാനോടുകൂടിയും ഇടപഴകുവാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുടുംബങ്ങളോട്, ബന്ധങ്ങളോട് എല്ലാത്തിനോടും നീതിയും ഇഹ്സാനും പുലർത്തി നല്ല രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا ولوالدينا اللهم ربنا اغفر لنا ولوالدينا اللهم رب ارحمهما كما ربياني صغيرا. وصلى الله على محمد وعلى آله وصحبه أجمعين. الحمد لله.